നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നലെ ആ ഭക്തിമൂടും പൊളിഞ്ഞു, ഭരണമൂടും പൊളിഞ്ഞു. ആഗോള അയ്യപ്പ സംഗമമായിരുന്നില്ല അവിടെ നടന്നത്, പകരം ആഗോള നിക്ഷേപ സംഗമം. സ്വാമിയെ ഭരണമയ്യപ്പ വിളിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ ഒരു വരവ്. പിണറായി വിജയൻ്റെ വലതുവശത്ത് നിന്ന് വെള്ളാപ്പള്ളിയാണ് എല്ലാം തച്ചുടച്ചത്. പിണറായിക്കിട്ട് ശരിക്കങ്ങ് പണിതു. ഇന്നലെ നമ്മൾ കരുതി വെള്ളാപ്പള്ളി വല്ലാതൊക്കെ പിണറായിയെ പൊക്കിയെന്ന്. എന്നാൽ പിണറായി വലിയ ഭക്തിക്കാരനാണ് എന്നൊക്കെ വെള്ളാപ്പള്ളി വിളിച്ചു പറഞ്ഞ് പിണറായിയെ തന്നെ അടപടലം വെട്ടിലാക്കിയിരിക്കുന്നു. മലയാളികളെ സംബന്ധിച്ച് ഇന്നലെ ചിരിച്ച് വയറുവേദനിച്ച ഒരു ദിവസമാണ് കടന്നുപോയത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, അയ്യപ്പ സംഗമത്തിൻ്റെ വിളക്ക് തെളിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്. തത്വമസി ഉൾപ്പെടെ എന്തെല്ലാം ശ്ലോകങ്ങൾ. പാർട്ടിയും ഭക്തനായ പിണറായി വിജയൻ്റെ ഒരു പുതിയ മുഖമാണ് ഇന്നലെ കണ്ടത്. എന്നാൽ അതിലപ്പുറം പലതിലും പിണറായിക്കും ഈ ഭരണവർഗത്തിനും പിഴച്ചു. അതുകൊണ്ടാണ് തൻ്റെ മുന്നിൽ ഒഴിഞ്ഞ കസേരകളുടെ നീണ്ട നിര അദ്ദേഹത്തിന് കാണേണ്ടി വന്നത്. ഇത് അയ്യപ്പ കോപമാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരും ചൂണ്ടിക്കാട്ടുന്നു. പിണറായി പ്രസംഗിച്ച് അവസാനിപ്പിക്കുമ്പോൾ സ്റ്റേജിന് മുന്നിൽ ഒഴിഞ്ഞ കസേരകളുടെ നീണ്ട നിര. ഇതിന്റെ പേരിൽ വലിയ വിവാദങ്ങളാണിപ്പോൾ ഉയർന്നു പൊങ്ങിയിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ആള് കുറഞ്ഞതല്ല, പകരം കസേര കൂടിയതാണ് എന്ന വിചിത്ര വിശദീകരണവുമായി മന്ത്രി വാസവൻ. ഇതിനിടയിൽ എം വി ഗോവിന്ദൻ്റെ ഒരു വിശദീകരണം ആകെ ചിരി പടർത്തും. എം വി ഗോവിന്ദൻ പറയുന്നത് ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യമൊക്കെ AI നിർമ്മിതമെന്ന്. എന്നാൽ മാധ്യമങ്ങളിലൊക്കെ ഈ ഫോട്ടോകൾ പ്രിൻ്റ് ചെയ്തു വന്നിരുന്നു. ഇന്നലെ അവിടെ എത്തിയ ചാനൽ ക്യാമറകൾ കള്ളത്തരം പറയില്ലല്ലോ. ചുരുക്കം ചില ചാനലുകളുടെ ക്യാമറ മുൻവശത്ത് മാത്രം അങ്ങ് ഒതുക്കി നിർത്തി. അവരുടെ ദൃശ്യങ്ങളിൽ എല്ലാം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പിന്നിലോട്ട് ക്യാമറ തിരിച്ചു വച്ചവർക്കൊക്കെ സത്യം കണ്ടെത്താൻ കഴിഞ്ഞു. ശബരിമല യുവതീ പ്രവേശനത്തിന്റെ ഭാഗമായി 2 തട്ടായി തിരിഞ്ഞു നിന്ന സംഘടനകളെ ഒരേ വേദിയിൽ കൊണ്ടുവരികയായിരുന്നു പിണറായി വിജയന്റെ ലക്ഷ്യം. വെള്ളാപ്പള്ളിയെ ഒക്കത്തിരുത്തി കൊണ്ടുവന്ന പിണറായി വിജയൻ പക്ഷേ NSSന്റെ കാര്യത്തിൽ അടപടലം പാളി. വിശ്വാസികളുടെ പങ്കാളിത്തക്കുറവ് ഇപ്പോൾ എടുത്തിട്ടുടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭരണവർഗം ഏത് ക്യാപ്സ്യൂൾ കൊണ്ട് ഇതിനെ നേരിടും. രജിസ്റ്റർ ചെയ്തവർ പലരും എത്തിയില്ല എന്നതാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രിയുടെ വിശദീകരണം. രജിസ്റ്റർ ചെയ്തവരിൽ 647 പേർ മാത്രമേ സമ്മേളനത്തിലെത്തിയുള്ളൂ. 4500ഓളം ആളുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അവരിൽ 3000ഓളം പേരെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അവരിൽ നിന്ന് വെറും 647 പേർ മാത്രമാണ് അവിടെ ആഗോള സംഗമത്തിനെത്തിയത് എന്ന് അധികൃതർ പറയുന്നു. എന്നാൽ ഏതെങ്കിലും തരത്തിൽ വിശ്വാസികളുടെ കുറവുണ്ടായാൽ അവിടെ സ്പോട്ട് ഫില്ലിങ്ങിലൂടെ അതൊക്കെ നികത്താനുള്ള ചില തന്ത്രങ്ങൾ CPM മെനഞ്ഞിരുന്നു. മുഖ്യമന്ത്രി പ്രസംഗിച്ചങ്ങ് എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ പദ്ധതിയെല്ലാം അടപടലം പാളി. ഇപ്പോഴിതാ 4000-ലധികം പേർ ആഗോള സംഗമത്തിൽ പങ്കെടുത്തുവെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ വിശദീകരണം. വേണമെങ്കിൽ AI ദൃശ്യങ്ങൾ ഉണ്ടാക്കിക്കൂടെ എന്ന പാർട്ടി സെക്രട്ടറിയുടെ ഈ ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. എല്ലാവരും എടുത്തൊടുത്ത് ചിരിക്കുന്നു. വിശ്വാസികളുടെ പങ്കാളിത്തക്കുറവ് തന്നെയാണ് വലിയ വിനയായി തീർന്നത്. ഒപ്പം അവിടെ ആഗോള സംഗമത്തിലെത്തിയ പലരുടെയും മുഖത്ത് ഒരു നിരാശ പടർന്നിരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ തനിക്ക് കടുത്ത നിരാശയും അമർഷവുമുണ്ട് എന്ന് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് നേരത്തെ പറഞ്ഞിരുന്നു. ശബരിമലയിൽ ഭക്തർക്കും തനിക്കും പേടിയാണ് എന്ന് ദേവസ്വം പ്രസിഡന്റ് തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ആരെയാണ് പേടിക്കുന്നത് എന്ന് അപ്പോൾ വ്യക്തമാക്കിയിരുന്നില്ല. ദർശനത്തിന് ശബരിമലയിലേക്ക് ആളുകൾക്ക് വരാൻ ഭയമാണ്. എന്തെങ്കിലും സമർപ്പിക്കാൻ ആളുകൾക്ക് വരാൻ ഭയമാണ്. ശബരിമല ഒരു പേടി സ്വപ്നമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. എനിക്കറിയില്ല ഇതെങ്ങനെ ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എനിക്കറിയില്ല. അവിടെ ദർശനത്തിൽ വരുവാനും കാര്യങ്ങൾ സമർപ്പിക്കുവാനും എന്തോ ഒരു പേടിയായി മാറുന്നൊരു സാഹചര്യമാണ്. എങ്ങനെയാണ് ശബരിമലയുടെ ദൈനംദിന വികസനം കൊണ്ടുപോകേണ്ടതെന്ന് എന്നെ സംബന്ധിച്ച് എനിക്കും പേടിയുണ്ട്. എന്ത് ചെയ്താലും തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഭയം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ശബരിമല ഒരു പേടി സ്വപ്നമായി മാറുകയാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. ഭക്തർക്ക് എന്തെങ്കിലും സമർപ്പിക്കാൻ പേടിയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ തനിക്കും ഭയമാണ് എന്നൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയണമെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ തലയ്ക്ക് മുകളിൽ ഏതൊക്കെയോ അധികാര കൈകൾ അവിടെ പ്രവർത്തിക്കുന്നുവെന്ന് വ്യക്തം. അവിടെയാണ് ഒരുപിടി സംശയങ്ങൾ കേരളത്തിനുണ്ടായത്. ഇപ്പോൾ വിവാദങ്ങൾക്കപ്പുറം വലിയ ഗൗരവത്തോടെ ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള കാരണവും അതുതന്നെ. മറ്റു ക്ഷേത്രങ്ങൾക്കൊന്നുമില്ലാത്ത തടസ്സം ശബരിമലയ്ക്കുണ്ട് എന്ന് ദേവസ്വം പ്രസിഡന്റ് തുറന്നു പറഞ്ഞിരുന്നു.
ദൈനംദിന കാര്യത്തിനും താന്ത്രിക കാര്യത്തിനുമൊക്കെ തടസ്സം നിൽക്കുന്നു. എന്നാൽ ആരാണ് തടസ്സം നിൽക്കുന്നത് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുറന്നു പറഞ്ഞിരുന്നില്ല. മുൻപൊരു കോൺഗ്രസുകാരനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരെയൊക്കെയോ ഭയക്കുന്നുവെന്ന് വ്യക്തം. കേരളത്തിന്റെ 1-ാം നമ്പർ കാറിൽ വെള്ളാപ്പള്ളിയെ പൊക്കിയെടുത്ത് ഒക്കത്തിരുത്തി അവിടേക്ക് വന്ന പിണറായി വിജയൻ പറയുന്നില്ല എന്താണ് ശബരിമലയുടെ തടസ്സമെന്ന്. എന്തൊക്കെയോ ഭയപ്പെടുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും പലതും മറച്ചു വെക്കുന്നു. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ആഗോള അയ്യപ്പ സംഗമം തട്ടിക്കൂട്ടിയത് മുഖ്യമന്ത്രിയുടെ സ്വകാര്യ ആവശ്യപ്രകാരമായിരുന്നുവെന്ന വാർത്തകൾ ശക്തമാകുന്നു. മുഖ്യമന്ത്രിക്ക് അയ്യപ്പന്റെ ശാപം ലഭിച്ചിട്ടുണ്ടെന്നും അതിനുള്ള പരിഹാരമാണ് ഇപ്പോൾ നടന്നതെന്നും പലരും വിളിച്ചു പറയുന്നു. CPMന്റെ യഥാർത്ഥ പ്രവർത്തകർക്ക് ദഹിക്കുന്ന കാര്യങ്ങളല്ല അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസികൾക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭക്തനാണ് എന്ന് വെള്ളാപ്പള്ളി തുറന്നു പറയുമ്പോൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തലയിൽ കൈവച്ച് നിൽക്കുന്നു. പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും തലയിൽ മുണ്ടിട്ട് ക്ഷേത്ര ദർശനത്തിന് പോകുന്ന ചരിത്രമൊക്കെ മലയാളികൾക്കറിയാം. എന്നാൽ പിണറായി വിജയനെക്കുറിച്ച് ഇപ്പോൾ പച്ചയ്ക്കിത് പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ മലയാളികളുടെ ഓർമ്മയിലുണ്ട്. ഏതു വിധേനയും അടുത്ത തവണ ഭരണം പിടിക്കുക മാത്രമാണ് പിണറായിയുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമം തട്ടിക്കൂട്ടാനൊന്നും ഇനി പിണറായി വിജയന് മടിയുണ്ടാകില്ല. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലും ആളുകളുടെ പങ്കാളിത്തം അത് ഉറപ്പുവരുത്താറുണ്ട് സാധാരണ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ അത് അടപടലം പാളി. 41 അകമ്പടി വാഹനങ്ങളിൽ മുഖ്യമന്ത്രി എഴുന്നള്ളുന്നതും എഴുന്നള്ളിക്കഴിഞ്ഞാൽ ബഹു എന്ന് ചേർത്ത് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നതും ആകെ ഒരു രാജാവിനെ പോലെ അവതരിക്കുന്നതുമൊക്കെ മുഖ്യമന്ത്രിയുടെ ഒരു ദുർബല വിനോദമാണ്. എന്നാൽ ശബരിമലയും ആ പൂങ്കാവനവുമൊക്കെ സാധാരണക്കാരും പാവപ്പെട്ടവരുമൊക്കെ ഒരുപോലെ കയറി വരുന്ന ഒരിടമാണ് എന്ന് മുഖ്യമന്ത്രി എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല? അവിടെ ആവാം ചിലപ്പോൾ അയ്യപ്പന് ഇക്കഴിഞ്ഞ ദിവസവും ഒരു കോപമുണ്ടായത്. അയ്യപ്പ സംഗമം അടിമുടി പൊളിഞ്ഞുവെന്ന് മലയാളികൾ തിരിച്ചറിയുന്നതും അതുകൊണ്ട് തന്നെയാവാം. ഇന്നലെ ചിലരൊക്കെ മുഷ്ടി ചുരുട്ടി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഇൻക്ലാബ് വിളിക്കുന്നത് പോലെ വിളിച്ചു കണ്ടു. അവർക്കൊക്കെ ഇതൊരു വിനോദം മാത്രം, ഭരണം പിടിക്കാനുള്ള തന്ത്രം. ശബരിമലയെക്കുറിച്ചും പൂങ്കാവനത്തെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചുമൊക്കെ ഇന്നലെ പിണറായി വിജയൻ പ്രസംഗിക്കുന്നത് കേട്ടു. എന്നാൽ പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ ഒരുവിധ ബന്ധവുമില്ല. ആഗോള അയ്യപ്പ സംഗമം അവിടെ സംഘടിപ്പിക്കുമ്പോൾ എന്തൊക്കെ ശാസ്ത്രതന്ത്രവിധികളുണ്ട് എന്ന് മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഓർത്തില്ല? തന്ത്രി കുടുംബത്തിൻ്റെ അനുമതി ഉൾപ്പെടെ ഒട്ടനവധി ആചാരങ്ങൾ അതിനു മുൻപ് പാലിക്കേണ്ടതുണ്ട്. തിരക്ക് നിയന്ത്രിക്കാൻ വലിയ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ച ഭരണകൂടം ഇന്നലെ പരിഹസിക്കപ്പെടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. തിരക്ക് പോയിട്ട് കസേരകൾ ഒന്ന് മുഴുവൻ നിറയ്ക്കാൻ നെട്ടോട്ടമോടുകയായിരുന്നു പോലീസ് സേന. ചില പോലീസുകാരൊക്കെ ഒടുവിൽ ഉടുപ്പൂരി വന്ന് കസേരയിൽ കയറി ഇരിക്കേണ്ട ഗതികേടും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ശബരിമല ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകൾ ആധികാരികമായി മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയൂ. ശബരിമല ക്ഷേത്രത്തിൽ എന്തു ചെയ്യാനും ഇപ്പോൾ ഭയമാണ് എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരെയാണ് ഭയക്കുന്നതെന്ന് കേരളത്തോട് തുറന്നു പറയണം. അത് കേരളത്തിൻ്റെ ഭരണകൂടത്തെയോ അതോ മുഖ്യമന്ത്രിയോ? ആർക്കൊക്കെയാണ് ശബരിമലയിൽ പ്രത്യേക താല്പര്യമുള്ളത്? ആഗോള അയ്യപ്പ സംഗമത്തിൽ നമ്മൾ കേട്ടത് മറ്റു ചില വാഗ്വാദങ്ങളും കണക്ക് പറച്ചിലുമൊക്കെയായിരുന്നു. ശബരിമലയും പൂങ്കാവനവുമൊക്കെ ഉൾപ്പെടുന്ന ആ മേഖലയുടെ വലിയ വികസനമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം എന്ന പേരിൽ അവിടെ വലിയ ടൂറിസം നിക്ഷേപം ഇറക്കലാണ് ചിലരുടെ ലക്ഷ്യം. എന്നാൽ പൂങ്കാവനത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് വേണം ഇത്തരം അടിസ്ഥാന സൗകര്യ നിർമ്മിതിക്കിറങ്ങുമ്പോൾ സർക്കാരിന്. വലിയ വലിയ റോഡുകളും ഹോട്ടലുകളും ഇൻഫ്രാസ്ട്രക്ചറുകളും ഒക്കെ ഒരുക്കി ശബരിമലയെ ഇങ്ങനെ വികസിപ്പിക്കേണ്ടതുണ്ടോ? ക്ഷേത്രങ്ങളിൽ താന്ത്രിക കർമ്മങ്ങൾക്ക് പോലും ഒട്ടനവധി തടസ്സങ്ങളുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുറന്നു പറഞ്ഞല്ലോ. ഈ തടസ്സങ്ങൾ നീക്കിക്കൊടുക്കുകയല്ലേ ആദ്യം ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം ചെയ്യേണ്ടത്? ദേവസ്വം ബോർഡ് മന്ത്രിക്കും ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തമില്ലേ? നൂറ്റാണ്ടുകളായി ഭക്തലക്ഷങ്ങൾ പുണ്യ പൂങ്കാവനമായി കരുതി വരുന്ന ശബരിമലയെയാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ഒറ്റ ദിവസം കൊണ്ട് പേടി സ്വപ്നമെന്ന് വിശേഷിപ്പിച്ചത്. വിഭിന്ന കാനനപാതകളിലൂടെ പല പ്രാവശ്യം പരമ്പരാഗത രീതിയിൽ 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തിയിട്ടുള്ള ഒട്ടനവധി ഭക്തരുണ്ട് കേരളത്തിൽ. വിശ്വാസികളല്ല എന്ന് പൊതുവെ പരസ്യമായി പറയുന്നവരും രഹസ്യമായി വിശ്വാസികളുടെ വേഷമണിയാറുണ്ട് ശബരിമലയിലെത്താൻ. ജാതിമത കക്ഷി വ്യത്യാസമെന്തിയെ പലരും വലിയ വിശ്വാസമാണ് ശബരിമല അയ്യപ്പൻ്റെ കാര്യത്തിൽ വച്ചു പുലർത്തുന്നത്. പാർട്ടി സഖാക്കളിൽ ചിലരെങ്കിലും പണം കയ്യിലില്ലെങ്കിൽ പോലും ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചിട്ടാണെങ്കിലും ശബരിമല ദർശനത്തിനെത്തി മടങ്ങിപ്പോകാറുണ്ട്. അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ച ഹൈക്കോടതി പക്ഷെ സ്വർണം പൂശുന്നത് സംബന്ധിച്ച് രൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയിരുന്നു. ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണ്ണപ്പാളി സംബന്ധിച്ചും ഹൈക്കോടതിയുടേത് അതിരൂക്ഷമായ വിമർശനങ്ങളാണ്.
കച്ചവട താൽപ്പര്യം മുൻപേ ശബരിമലയുമായി ബന്ധപ്പെട്ട് ചിലരിൽ ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് വ്യക്തം. ദേവലോകം പോലെ പുണ്യമാണ് സ്വാമിയുടെ പൂങ്കാവനം. ഇതാണ് ഭക്തരിൽ നിറയുന്ന നിർവൃതി. അയ്യപ്പൻ വാഴുന്നത് ശബരിമലയിലാണെങ്കിലും അതിനു ചുറ്റുമുള്ള വനമേഖലയാകെ അയ്യപ്പ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു. 18 മലകളുള്ള ഈ വനമേഖലയെ മുഴുവനായി അയ്യപ്പന്റെ പൂങ്കാവനമെന്നാണ് അറിയപ്പെടുന്നത്. എരുമേലി കഴിഞ്ഞാൽ പിന്നെ നിബിഡവനം. എരുമേലിയിൽ നിന്ന് കാനനപാത വഴി നടന്നാൽ ആദ്യമെത്തുന്നത് പേരൂർത്തോട്. പേരൂർത്തോട്ടിൽ കാലും മുഖവും ഒക്കെ കഴുകി തീർത്ഥജലം കുടിക്കണമെന്ന പഴയ വിശ്വാസം. എരുമേലി കഴിഞ്ഞാൽ 7 കോട്ടകൾ എന്നാണ് പ്രമാണം. പേരൂർത്തോട് കഴിഞ്ഞാൽ ആദ്യത്തെ കോട്ടയായ കോട്ടപ്പടി സ്വാമിയുടെ 18 പൂങ്കാവനങ്ങളിലേക്കുള്ള കോട്ടവാതിലായി ഇതിനെ കരുതുന്നു. ഇവിടെ എത്തിയാൽ പൂങ്കാവനത്തിലേക്ക് പ്രവേശിക്കുവാൻ അയ്യപ്പന്റെയും വനദേവതകളുടെയും അനുമതി വാങ്ങണം. കെട്ടിളച്ച് സ്വാമിയെ കോട്ടപ്പടിയെ ശരണമയ്യപ്പ എന്ന് ശരണം വിളിച്ച് കർപ്പൂരാരാധന നടത്തി ഗുരുസ്വാമിക്ക് ദക്ഷിണ നൽകി അനായാസമായ വനയാത്രയ്ക്ക് അനുഗ്രഹം വാങ്ങണം. ഇതൊക്കെ ഈ ആഗോള സംഗമത്തിനെത്തിയവർ നടത്തിയോ എന്ന് കേരളത്തോട് വെളിപ്പെടുത്തുക, ഭക്തരോട് പറയുക. പിന്നീട് 7 കോട്ടകൾ കഴിഞ്ഞു വേണം സന്നിധാനത്തെത്താൻ. രാമായണ കഥയുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥലങ്ങൾ പൂങ്കാവനത്തിലുണ്ട്. ഋഷ്യമൂഖാചലം ഇതിലേറ്റവും പ്രധാനമാണ്. മറ്റൊന്ന് സീതമല. എരുമേലിക്കും പെരുന്നാടിനും വണ്ടിപ്പെരിയാറിനും ഇടയ്ക്ക് കിടക്കുന്ന വിശാലമായ വനമേഖലയാണ് പൂങ്കാവനം. പമ്പയടക്കം എത്രയോ നദികൾ, പുണ്യസ്ഥലങ്ങൾ, സദാ പൂമണം വീശുന്ന കാറ്റുള്ള ഒരു വനമേഖല. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് തിരിതെളിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായിയുടെ മനസ്സിൽ ഇത്തരം ചിന്തകൾ കടന്നു വന്നിരുന്നോ? അതോ ആരോ എഴുതി തയ്യാറാക്കി കൊടുത്ത ഒരു പ്രസംഗം മാത്രമാണോ അവിടെ വെച്ച് മുഖ്യമന്ത്രി അങ്ങ് കീച്ചിയത്? ശബരിമലയ്ക്ക് അതിൻ്റേതായ ഐതിഹ്യമുണ്ടെന്നും അത് സമൂഹത്തിലെ അധസ്ഥിതരുമായി ബന്ധപ്പെട്ടതാണെന്നുമൊക്കെ ആ പ്രസംഗത്തിൽ പറഞ്ഞ മുഖ്യമന്ത്രി എന്തൊക്കെയോ മറന്നു എന്ന് വ്യക്തമല്ലേ? അതുകൊണ്ട് തന്നെ പലരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്നത് ഇതിൻ്റെ ഒരു വലിയ കുറവ് തന്നെയല്ലേ? പൂങ്കാവനത്തിൻ്റെ കാവൽക്കാരായ മലമൂപ്പന്മാരെ എന്തുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചില്ല? നായാട്ട് സംഘം, തിരുവാഭരണം ഗുരുസ്വാമി, കളമെഴുത്ത് അവകാശികൾ അടക്കമുള്ളവരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ധാർമ്മിക ബാധ്യത ഉണ്ടായിരുന്നില്ലേ അധികൃതർക്ക്? ഏറെ വിവാദങ്ങൾക്കൊടുവിൽ അമ്പലപ്പുഴ ആലങ്ങാട് പേട്ട സംഘങ്ങളെയും തന്ത്രി കുടുംബത്തെയും ഒക്കെ ക്ഷണിച്ചു. എന്നാൽ പരിപാടിയിൽ ഇവർക്ക് അർഹമായ യാതൊരുവിധ പ്രാതിനിധ്യവും നൽകാൻ ഈ സർക്കാർ ശ്രമിച്ചില്ല. ഉദ്ഘാടന സമയത്തും അനുബന്ധ സെക്ഷനുകളിലുമൊക്കെ ഇവർക്ക് കാഴ്ചക്കാരുടെ റോൾ മാത്രം. സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന് പന്തളം കൊട്ടാരം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പിന്നെ ആഗോള അയ്യപ്പ സംഗമം വിജയിച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥം? വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരുടെ ലിസ്റ്റ് ഇന്ന് ഔദ്യോഗികമായി പുറത്തുവിടുമ്പോൾ എത്രമാത്രം തലകുനിക്കേണ്ടി വരുന്നു അധികൃതർക്ക്? മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ ഭക്തനാണ്, തുടർഭരണമൊക്കെ മുഖ്യമന്ത്രിക്ക് ലഭിക്കുമെന്ന് പരസ്യമായി മാധ്യമങ്ങളോടായ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം പറയുന്ന വെള്ളാപ്പള്ളി, ഈ വെള്ളാപ്പള്ളി എന്ന കെട്ടുകാഴ്ച തന്നെയായിരുന്നില്ലേ ഇന്നലത്തെ ഏറ്റവും വലിയ പരാജയം? അവിടെ മുഖ്യമന്ത്രിയുടെ വലിയ പരാജയമാണ് നമ്മൾ കണ്ടത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രതികരിക്കുന്നില്ല? എല്ലാ കാര്യങ്ങളിലും സ്വത്വബോധം പ്രകടിപ്പിക്കുന്ന MA ബേബി എന്തുകൊണ്ട് പൂർണ്ണ നിശബ്ദനായി നിൽക്കുന്നു? കേരളം ഭരിക്കുന്ന സഖാവിന്റെ പാപക്കറ കഴുകിക്കളയാൻ 4 കോടി തുലക്കട്ടെ എന്നാണോ ബേബി സഖാവിന്റെ മനസ്സിലുള്ളത്? അഥവാ ഈ സർക്കാർ തുടരാൻ വേണ്ടി പാപക്കറ കഴുകിക്കളയാൻ ജനങ്ങളുടെ 4 കോടി എടുത്ത് അങ്ങ് ഒഴുക്കിക്കളയുകയോ? ഇത് വലിയ സ്പോൺസർഷിപ്പും പടപ്പിരിവുമൊക്കെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. ആ പൂങ്കാവനത്തിൽ വെച്ച് ഇത്തരമൊരു കച്ചവടം സംസാരിക്കുമ്പോൾ അല്പമെങ്കിലും ഉളുപ്പുണ്ടോ അധികൃതർക്ക്? തമിഴ്നാട്, കർണാടക, തെലങ്കാന, ഡൽഹി സർക്കാരുകളെ ഔദ്യോഗികമായി പിണറായി വിജയൻ ക്ഷണിച്ചിരുന്നു. എന്നാൽ തമിഴ്നാട് ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ ക്ഷണം നിരസിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാർ എത്തി. പക്ഷേ പിണറായി വിജയൻ്റെ ഇരട്ട സഹോദരൻ എന്ന് വിശേഷ പേരുള്ള സ്റ്റാലിൻ മുങ്ങിയോടി. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കച്ചവടക്കണ്ട് തിരിച്ചറിഞ്ഞതോടെയാണ് വിവിധ സംസ്ഥാനങ്ങൾ പ്രതിനിധികളെ പോലും അയക്കാതെ ഇതിൽ നിന്ന് ഊളിയിട്ടത്. വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ നൽകുന്ന വരവേൽപ്പിന് സമാനമായിരുന്നു അവിടെ അരങ്ങേറിയ പേക്കൂത്തുകൾ. പൂക്കൾ നൽകിയും തിലകം ചാർത്തിയുമൊക്കെ അതിഥികളെ സ്വീകരിക്കുന്നു. ഒപ്പം വായിക്കാൻ പാർട്ടി പത്രമായ ദേശാഭിമാനിയും വിതരണം ചെയ്യുന്നു. അതിഥികളെ ആനയിച്ചിരുത്താൻ നിരവധി ജീവനക്കാർ. സംഗതി ഒരു 5 സ്റ്റാർ കലാപരിപാടി. അയ്യപ്പ വിശ്വാസത്തിന്റെ മറവിൽ 1400 കോടി രൂപ പിരിച്ചെടുക്കുക എന്ന ലക്ഷ്യം ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിലുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇതിന്റെ കച്ചവടക്കണ്ണുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അതിൻ്റെയൊക്കെ ഫലം ഇന്നലെ പിണറായി വിജയൻ അനുഭവിച്ചു. ഇന്നലെ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ മുന്നിൽ ആളൊഴിഞ്ഞ കസേരകൾ.
അല്പമെങ്കിലും ആളുകൾ ഇരിക്കുന്നുവെങ്കിൽ അവരുടെ കഴുത്തിൽ ID കാർഡ് തൂക്കിയിട്ടിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ജീവനക്കാരും മറ്റ് സർക്കാർ ജീവനക്കാരെയുമൊക്കെ അടിയന്തരമായി സ്പോട്ട് ബുക്കിങ്ങിലൂടെ തൂക്കിയെടുത്ത് കൊണ്ടുവന്നിരുത്തിയതായിരുന്നു. ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് എന്താണോ ലക്ഷ്യമിട്ടത് അതൊന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ എല്ലാം തകർന്നടിയുന്ന നിലയിൽ ഇന്നലെ ആ പമ്പയിൽ നിന്ന് തിരിച്ചു പോരേണ്ടി വരുന്ന പിണറായി വിജയൻ ഒരു കാര്യം വ്യക്തമാണ്, അയ്യപ്പൻ്റെ അടുക്കൽ ഇമാതിരി തറക്കളികൾ വേണ്ട. എണ്ണത്തിലല്ല പ്രധാനം ഗുണത്തിലാണ് എന്നതായിരുന്നു ഇന്നലെ CPM നേതാവ് K. അനിൽകുമാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. എണ്ണത്തിലും ഗുണത്തിലുമൊന്നും വിജയിക്കാൻ കഴിയാത്ത ആഗോള അയ്യപ്പ സംഗമം എന്ന പാർട്ടി സമ്മേളനം പൊളിഞ്ഞടുങ്ങി എന്നെന്തുകൊണ്ട് പച്ചയ്ക്ക് ഇവർ സമ്മതിക്കുന്നില്ല? ആഗോള അയ്യപ്പ സംഗമം പേരിൽ മാത്രം ആഗോളമായി, മറ്റെല്ലാം പ്രാദേശികം, അതിലും താഴെ. ഒടുവിൽ ആഗോള അയ്യപ്പ സംഗമം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്ത സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ കോൺഗ്രസ് നേതാവ് PS പ്രശാന്തിൻ്റെ കസേര തെറിക്കും എന്നിടത്ത് എത്തി നിൽക്കുന്ന കാര്യങ്ങൾ. കലിയത്രയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക്. ബാക്കിയുള്ള നാടകം ഇനി കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.